നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിന്ന് പറയാനുള്ളതൊരു പെൺകുട്ടിയുടെ കഥയാണ്. ടീനേജറാണ് ആൾ. വളരെ നല്ലൊരു വിശ്വാസപരമായ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അവൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നു അവളുടെ വീട്ടിലെ അച്ഛനമ്മമാരുടെ അടുത്തൊക്കെ. ആ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതൊരാളും പറയും ഇവൾ യുക്തിവാദിയാണ്, അല്ലെങ്കിൽ ഇവൾ നിരീശ്വരവാദിയാണ് എന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ അവൾ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അല്ല. അവൾ നല്ല ഒന്നാന്തരം വിശ്വാസിയാണ്. അവൾക്ക് ഏറ്റവും നല്ല ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടവും. വളരെ കുഞ്ഞുനാൾ മുതൽ മതപഠന ക്ലാസ്സുകളിൽ പോയ കുട്ടിയാണ്. ദൈവികപരമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വളരെ നന്നായിട്ട് ഫോളോ ചെയ്തിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ടീനേജ് ആയപ്പോഴത്തേക്കും ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. കാരണം ആ കുട്ടിക്ക് എന്തും പെർഫെക്റ്റായിട്ട് ചെയ്യണം, വളരെ ഭംഗിയായിട്ടും പൂർണ്ണമായിട്ടും ചെയ്യണം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുള്ള പലരുടെയും പ്രശ്നമാണിത്. ഇവിടെ ഈ കുട്ടിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് ആ കുട്ടിയുടെ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയാണ് ജനിച്ചതെന്നും ജീസസ് ക്രൈസ്റ്റിൻ്റെ സഹോദരന്മാരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ആ കുട്ടി കണ്ടുപിടിക്കാൻ തുടങ്ങി, സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് കന്യകാമറിയമായതെന്നുള്ള ചോദ്യത്തിന് അവളുടെ മാതാപിതാക്കൾക്ക് ഉത്തരമില്ല. പല ചോദ്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ക്ലാരിറ്റി ഇല്ലല്ലോ. അതുതന്നെ ഈ കുട്ടിക്കും ചോദ്യങ്ങളായിട്ട് അവശേഷിക്കാൻ തുടങ്ങി. ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഒരു നല്ല വിശ്വാസിയായിട്ട് മുമ്പോട്ട് പോവുക? അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ അത് ഈ രോഗത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല. കാരണം OCD കുറിച്ച് അധികമൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മുടെ ഇടയിൽ. ചിലർക്കൊക്കെ വല്ലാതെ ക്ലീൻനെസ് ഉണ്ട്, ചിലർക്ക് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വിശ്വാസപരമായ കുടുംബമാണെങ്കിൽ അത്തരം ചോദ്യങ്ങളെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സിൻ്റെ ചോദ്യമായിട്ടോ അല്ല, അതൊരു രോഗഗ്രസ്തമായ മനസ്സിൻ്റെ ചോദ്യമായിട്ടോ അല്ല കൺസിഡർ ചെയ്യുന്നത്. പകരം അത് പൈശാചിക ചിന്തകളാണ് എന്നുള്ള രീതിയിലാണ് വീട്ടുകാരിടപെടുക. അപ്പോഴുള്ള കുഴപ്പം ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി, അവൾ വളരെ ഇന്നസെൻ്റാണ്, അവൾ നല്ല വിശ്വാസിയാണ്, അവൾക്ക് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം, പെർഫെക്റ്റായിട്ട് വിശ്വാസിയായിരിക്കണം എന്നതുകൊണ്ടാണ് അവൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ കിട്ടുന്ന ടാഗ് എന്താണ്? അവൾക്ക് പൈശാചിക ചിന്തകളാണ്. എങ്ങനെ പറ്റും അങ്ങനെ ഒരു ടാഗ് ഒരു പെൺകുട്ടിക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലെന്തായിരിക്കും? അവൾക്ക് പറ്റില്ല. അവളുടെ മനസ്സ് ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആവും. OCD പല വിധത്തിലുണ്ട്. ചിലർക്കൊക്കെ വളരെ നിയന്ത്രിതമായിട്ടുള്ള ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആയിരിക്കും. പക്ഷേ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ചിന്ത അവർക്ക് മാറ്റാൻ പറ്റില്ല. അവർക്ക് പലതും കമ്പൽസീവായിട്ട് ചെയ്തേ പറ്റൂ, അല്ലാതെ പറ്റില്ല. അവർക്ക് സമാധാനം ഉണ്ടാവില്ല, പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് നിർബന്ധിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും അങ്ങനെയാണ്, നിർബന്ധപൂർവ്വം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അത്തരക്കാരോട് ഇടപെടുമ്പോൾ എങ്ങനെ ഇടപെടണമെന്ന് ഓരോ OCDയെക്കുറിച്ച് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിച്ചിട്ട് വേണം അവരുടെ റിലേറ്റീവ്സ്, അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. കാരണം അവർ കൺഫ്യൂസ്ഡ് ആവും. സാധാരണഗതിയിൽ ഒരാളടുത്ത് പറയുമ്പോൾ ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കണ്ടേ, ഇങ്ങനെയുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ കുറച്ചും കൂടി കംഫർട്ടബിളാണ്. പക്ഷേ ഇത്തരമുള്ള ഈ OCD ഉള്ള ആളുകൾ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ആളുകൾ പൈശാചിക ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുക? അവർക്ക് അങ്ങനത്തെ ഒരു പൈശാചിക ചിന്തയോ നിരീശ്വരവാദപരമായ ചിന്തയോ യുക്തിവാദമോ ഒന്നുമല്ല. അവരുടെ യുക്തിവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖത്തിൽ നിന്ന് വരുന്ന യുക്തിവാദമാണ്.
അപ്പോൾ ഇത്തരം ആൾക്കാർ പൈശാചികമായിട്ടുള്ള ടാഗുകൾ കൊടുക്കാതെ നമ്മുടെ ശരീരത്തിലൊരു അസുഖം വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, അല്ലെങ്കിൽ പനി വന്നാൽ, ജലദോഷം വന്നാലൊക്കെ നമ്മൾ അതിനൊരു കാരണം ഈശ്വരൻ തന്നതല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കളയും. കാരണം അസുഖം ഭേദമാകട്ടെ എന്നൊക്കെ. പക്ഷേ നമ്മളുടെ മനസ്സിനൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മളുടെ സമൂഹം വളരെ പിന്നോട്ടാണ്. കൗൺസിലിങ്ങിന് പോലും കൊണ്ടുപോകില്ല, അതിന് അസുഖത്തിന് ട്രീറ്റ് ചെയ്യില്ല, അതിന് പൈശാചിക ചിന്തകൾ എന്ന ടാഗല്ല വയ്ക്കേണ്ടത്. ശരീരത്തിൻ്റെ അസുഖം ഒരു കാരണം കൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു അണുബാധ മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുമാണ് വരുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൻ്റെ പ്രശ്നങ്ങളും എന്തോ കാരണങ്ങൾ കൊണ്ടാണ്. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസിങ്ങോ ജൈവികപരമായിട്ടുള്ള എന്തെങ്കിലും വ്യതിയാനങ്ങളോ ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ എന്തെങ്കിലും ആയിരിക്കും ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് അതും ഒരു രോഗമായിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും നമ്മൾ കൊടുക്കേണ്ടതാണ്. അവരെ വളരെയധികം സ്നേഹത്തോടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവർ വളരെ തീവ്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസും തീവ്രമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് രോഗത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്താണ് ഗൈഡൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. എന്നെ കേട്ടവർക്ക് നന്ദി.